അധിക്ഷേപിച്ചെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിന് കോടതിയുടെ നോട്ടീസ്. 19-ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ACJM കോടതിയിൽ ഹാജരാകണം. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഈ അധിക്ഷേപം തുടരുന്ന രാഹുൽ ഈശ്വറിനെയാണ് കണ്ടത്. അതിനുശേഷമാണ് അതിജീവിത പരാതിയുമായി വീണ്ടും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്താണ് അതിൽ വിവരങ്ങൾ? ശ്രുതി, നമുക്കറിയാം ആദ്യ സമയത്ത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്നുള്ള പരാതിയിന്മേലാണ് ആദ്യം രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുന്നതും. 16 ദിവസമാണ് രാഹുൽ ഈശ്വർ തുടർച്ചയായി ജയിലിൽ കടന്ന് അതിനുശേഷം പലതവണ ജാമ്യാപേക്ഷയുമായി ചെന്നെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. അതിനുശേഷം ഒടുവിൽ 16 ദിവസത്തിന് ശേഷം കോടതി ആ ജാമ്യം അനുവദിക്കുകയും കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, അതിജീവിതയെ അധിക്ഷേപിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഈ അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതിലാണ് അതിജീവിത തന്നെ നേരിട്ട് പരാതി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് നൽകിയത്. അത് അന്വേഷിച്ച ഒരു പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് സൈബർ പോലീസ് ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. അപേക്ഷ എന്ന് പറയുന്നത് ജാമ്യ വ്യവസ്ഥ രാഹുൽ ഈശ്വർ ലംഘിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കോടതി നേരത്തെ ആദ്യ കേസിൽ നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയാണ്. അത് ഇന്ന് കോടതി പരിഗണിച്ച സമയത്താണ് 19-ാം തീയതി രാഹുൽ ഈശ്വർ നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരായിക്കൊണ്ട് നടന്നതെന്താണ്, അല്ലെങ്കിൽ ഈ സൈബർ പോലീസ് ഉന്നയിക്കുന്ന ആരോപണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി അത് നൽകണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി, തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് 19-ാം തീയതി രാഹുലോ അല്ലെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകനോ ഹാജരാകണമെന്നുള്ളതാണ് നിർദ്ദേശമായി വന്നിരിക്കുന്നത്. അതായത് തുടർച്ചയായി ഇത്തരം വീഡിയോകൾ, കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പോലും തുടർച്ചയായി വീഡിയോകൾ ചെയ്യുന്നു, അതിജീവിതയെ അപമാനിക്കുന്നു, അധിക്ഷേപിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അതായത് ഏത് കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും താൻ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കും എന്നുള്ള ഒരു കാര്യം രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സന്ദേശമായി നൽകുന്നു. അപ്പോൾ അത് അതിജീവിതമാരെ മുഴുവൻ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അതായത് ഇത്തരം പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തുടർന്ന് ഇതുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഒരു ഭയം ഈ അതിജീവിതമാരിൽ സൃഷ്ടിക്കുകയാണ് ഇത് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സൈബർ പോലീസ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയത്. മുൻ കേസിലും അല്ലെങ്കിൽ ആദ്യ കേസിൽ അറസ്റ്റിലാവുന്നതിന് തൊട്ട് മുമ്പും രാഹുൽ ഈശ്വർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെ കബളിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് തെളിവെടുപ്പിന്റെ സമയത്താണ് ആ ലാപ്ടോപ്പൊക്കെ തന്നെ പിന്നീട് വീണ്ടെടുത്തത്. സമാനമായി തന്നെ ഇവിടെയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് അതിജീവിതയ്ക്കെതിരെ ഒരു പരാതി വരുന്നു. അതായത് തനിക്കെതിരെ വ്യാജ പരാതിയാണ് നൽകുന്നത്, താൻ നൽകിയിട്ടുള്ള വീഡിയോ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതല്ല, മറിച്ച് അതിജീവിതയുടെ ഭർത്താവ് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ് താൻ ആ വീഡിയോ ചെയ്തത്, അതല്ലാതെ അധിക്ഷേപം താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന തരത്തിൽ രാഹുൽ പറയുന്നു. അതായത് നിയമവ്യവസ്ഥയെ കബളിപ്പിക്കുകയാണ് രാഹുൽ എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സൈബർ പോലീസിന്റെ ഒരു അപേക്ഷ ACJM കോടതിയിൽ ചെന്നിട്ടുള്ളത്. അതായത് അതിജീവിതയെ സ്വാധീനത്തിൽപ്പെടുത്തിയും സോഷ്യൽ മീഡിയയിൽ തുടർന്ന് ഇത്തരം പ്രസ്താവനകൾ പബ്ലിഷ് ചെയ്യുമെന്ന ഒരു തരത്തിലൊരു ഭീഷണി നിലനിർത്തുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദമാണ് അതിജീവിതയ്ക്ക് ഇതിൽ നിന്നുണ്ടാകുന്നത്. കേസിന്റെ തുടർ നടപടികൾ, അതായത് ഈ അന്വേഷണവുമായി സഹകരിക്കുന്ന ആ നടപടികളിൽ നിന്നൊക്കെ തന്നെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതുവഴി രാഹുൽ ഈശ്വറിനുള്ളത്. അങ്ങനെയാണ് പ്രതി പ്രവർത്തിച്ചു വരുന്നത്. അതിജീവിതയുടെ അഭിമാനവും പ്രതീക്ഷയും തകർക്കുന്ന പരസ്യമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പ്രസ്താവനയും അത് പൊതുജനമധ്യത്തിൽ എത്തിക്കുവാൻ പബ്ലിഷ് ചെയ്ത പ്രവൃത്തിയും അപകീർത്തികരമായ കുറ്റമായി കണക്കാക്കപ്പെടുന്നതാണ്. ആയതിനാൽ ആണ് ഈ ജാമ്യ കാലയളവിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്ന ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം കൂടിയായി മാറുന്നത്. അതുകൊണ്ട് ആ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം നടത്തിയ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് സൈബർ പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടതി 19-ാം തീയതി അവരുടെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ശ്രുതി, ശരി, ഹരി തുടരുക.